ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കുറേ ഗാഡ്ജറ്റ്സുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ ക്യാമ്പിംഗ് ഗിയേഴ്സ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളെ 1 by 1 ആയിട്ട് പരിചയപ്പെടുത്താം. അതിനു മുമ്പായിട്ട് ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇത് മട്ടാഞ്ചേരിയിലുള്ള ജിഞ്ചർ മ്യൂസിയം ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മ്യൂസിയം ഹോട്ടലാണ്. ജിഞ്ചർ മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മുകളിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കാണുക. കാരണം സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ബാത്റൂമെല്ലാം ഉള്ള ഒരു അടിപൊളി ഒരു ഹോട്ടലാണിത്. ഓരോ ക്യാമ്പിംഗ് ഗിയേഴ്സ് അത് ഞാൻ 1 by 1 ആയിട്ട് പരിചയപ്പെടുത്താം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st of September എന്ന് പറഞ്ഞാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര, അതായത് നമ്മുടെ ഡ്രീം ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോരോ സാധനങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. വാ. ഇതാണ് നമ്മുടെ കോൾമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ടെൻറ്റ്. ഇതൊരു US ബ്രാൻഡാണ്. സാധാരണ പല ടെൻറ്റുകളും മാർക്കറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല റിവ്യൂസ് കിട്ടിയത് കോൾമാൻ്റെയാണ്. ഇത് അവരുടെ 3+ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ 3 അഡൽട്ടിനും പ്ലസ് നമുക്ക് ഒരു പോർച്ച് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷൂസ്, ലഗേജ് അങ്ങനെയുള്ളതെല്ലാം വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ചെയ്യാം. അപ്പോൾ 2 റോഡും നമ്മൾ നോർമലി ഇത് കണക്ട് ചെയ്ത് വിടുക. ഇതെടുത്തിട്ട് 2-3 സെൻറ്ററിൽ കൊണ്ടുവരിക. ഏറെക്കുറെ ലെങ്ത്തൊക്കെ സെയിമാണെന്ന് നോക്കുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സെൻറ്റർ പോർഷൻ ടൈ ചെയ്യുക. ഉള്ളിലേക്ക് ഈ സാധനം കണക്റ്റിക്കൊണ്ട് ഇത് കയറ്റിയിട്ടാണ് വെറുതെ കയറ്റി അങ്ങനെ കിട്ടാത്ത അവിടെ വിട്ടിട്ട് ഒരു കുതിക്കും. അവിടെ 2 എണ്ണം ഉണ്ടാവും ഇത് കയറ്റാനായിട്ട്. കയറിയാ കയറാൻ പറ്റി. ഇനി അതെല്ലാം ക്ലിക്ക് ചെയ്തു. സിമ്പിളായിട്ട് കഴിഞ്ഞു. ലെയർ ഉണ്ട്. ആ ഒരു സാധനം നമ്മൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഇത് പോർച്ചിൻ്റെ പോർച്ചാണ്, അതുകൊണ്ട് ഇത് ഫ്രണ്ടിലേക്ക് വരിക. ബാക്കി ഇത് അപ്പുറം ഇപ്പുറമായിട്ട് ഇട്ടാൽ മതി. അത് അവിടെ നിന്നോട്ടെ. ഇങ്ങനെ പോന്നാൽ മതി, നേരെ പോകാം. ഇത് രണ്ടും ഒരു വിൻഡോയാണ്. അപ്പം ഒരു സൈഡിൽ ഒരു വിൻഡോ, മറ്റേ സൈഡിൽ ഒരു വിൻഡോ. അപ്പം നോക്കാം. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന ഒരു വിൻഡോയാണ്. ഉണ്ടോ? അതുപോലെ അപ്പുറ സൈഡിലും ഉണ്ട്. ഫെസ്റ്റിവൽ കളക്ഷൻ അതാണ് ഇതിൻ്റെ പേര്. ഈ ബ്ലാക്ക് ഓപ്സ് 3 താങ്ക് യു. cheers. മൂന്നാമത്തെ പോളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എന്തുട്ടാ പോർച്ച് ഉണ്ടല്ലോ, പോർച്ചിനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം. സെറ്റ് ഔട്ട്. ഓക്കെ ഓക്കെ. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് നിർത്താനായിട്ട് ഇവിടെ 2 കേബിളുണ്ട്. ഈ കേബിൾ 2 എടുത്തിട്ട് ഇവിടെ അടിച്ചാൽ ഇത് വലിഞ്ഞ് വെക്കും. ഇതെപ്പോഴും ഒരു 45 ഡിഗ്രിയിൽ വേണം, ഇങ്ങോട്ട് വേണം കുത്താൻ.
ഓരോരോ സാധനങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡെക്കത്ലോണിൽ നിന്ന് വാങ്ങിയ ഒരു ടേബിള്, അത് ഫോൾഡബിൾ ആണ്. വേണ്ട, അതൊന്ന് ഓപ്പൺ ചെയ്യാം. മഴ വന്ന് പണി വാളി. നമ്മളെല്ലാ സാധനം എടുത്തപ്പോഴത്തേക്കും മഴ എത്തിയിട്ടുണ്ട്. എന്നാലും നോക്കാം, നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഴ വന്ന്, അത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. മഴ മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഏതായാലും ടെൻറ്റ് മഴയത്ത് എങ്ങനെയാണെന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ. അപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടീൻ ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബോട്ടിൽ നമ്മളുടെ ഷോപ്പിൽ ഏറെക്കുറെ 130 റുപ്പീസാണ്. ഒരു ബോട്ടിൽ ഏറെക്കുറെ 225 grams ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റേറ്റ് ഉണ്ട്, ഏറെക്കുറെ 180 റുപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നിഷൻ വെറുതെ തിരിച്ചാൽ മാത്രം മതി. മറ്റേ എന്താ പറയുക, ലൈറ്ററൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഡേ ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത്രയും ക്ലിയർ ആവണമെന്നില്ല, പക്ഷെ നല്ല ത്രോയാണ് ഇതിന്. ഫ്ലെയിം നല്ല ഫ്ലെയിമാണ്. അപ്പോൾ നമുക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നമ്മുടെ ട്രാവലിംഗ് ടൈമിൽ നമ്മൾ വിശദമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഇതിൻ്റെ അൺലോക്കിംഗ് ചെയ്യുക. നമ്മളിതെടുത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇതിൻ്റെ വില 2600 രൂപയാണ്. ഇത് ആമസോണിലുണ്ട്. ഞാൻ പക്ഷേ ഇത് ആമസോണിൽ നിന്നല്ല വാങ്ങിയത്. ആമസോണിൽ നിന്ന് വന്നതിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് റിട്ടേൺ കൊടുത്തു. 2600 രൂപയ്ക്ക് പൂനെയിലൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. നമ്മൾ ആ ഷോപ്പിൽ പോകുന്നുണ്ട്. ടൂറിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചാൽ അവർക്ക് കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ 2600 രൂപയാണ് ഇതിൻ്റെ വില, പ്ലസ് ഷിപ്പിംഗ് ചാർജ് 300, അങ്ങനെ 2900. അടുത്തൊരു പ്രൊഡക്റ്റ് ക്യാമ്പിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല, മറിച്ച് മാൻഫോട്ടോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ട്രൈപോഡാണ്. നമുക്ക് ഷൂട്ടിങ്ങിന് മറ്റും യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രൈപോഡ് വാങ്ങിയതാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊരു ട്രാവലിന് വേണ്ടിയിട്ടുള്ള പർപ്പസാണ്. അതാണ് ഇങ്ങനൊരു ഇതിൻ്റെ ഒരു സ്ലിങ്ങും കൂടിയുള്ളത്, നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ വില 12,000 റുപ്പീസാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ബാക്കി കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിങ്ങളെ കാണിക്കാനേ പറ്റുള്ളൂ. ഇന്ന് ഫുള്ളായിട്ട് കാണിക്കാൻ പോയ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു അൺലോക്കിംഗ് ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ഇത് ഓപ്പണായി വരും. ഇങ്ങനെ ഇത് ലെങ്തി ആയിട്ട് വരും. ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞാൽ മതി, പിന്നെ അതവിടെ അനങ്ങില്ല. അങ്ങനെയായിരിക്കും ഇത് വരിക. പിന്നെ ഇവിടെ നമുക്ക് ഇത് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് പല ആംഗിളിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കാം. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബാഗോ മറ്റോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടിട്ട് ഇത് ചെയ്യാം. അങ്ങനത്തെ ഒരിതാണ്. കുറച്ച് വെയിറ്റ് എനിക്ക് തോന്നുന്നു 1.9 kg ഉള്ളൂ. അത്രയും വെയിറ്റ് ഇതിനുള്ളൂ. അപ്പോൾ കാണുന്ന ആ ഒരു വലിപ്പം ഇതിന് വെയിറ്റിലില്ല. ഇത് ലോക്ക് കളഞ്ഞ് ഇതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ അകത്തേക്ക് കയറും. കീസും മറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. നമുക്ക് അതിൻ്റെ 1-2 കീസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാനുള്ള സ്പെയറാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇത് യുണിഗിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നമുക്കൊരു ഷെയ്ഡിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്തൊരു ഷെയ്ഡ് പോലെ നമുക്ക് ടെൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് റോപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇത് വിദേശത്തു നിന്ന്, അതായത് US നിന്ന് വന്നതാണ്. നമ്മൾ Amazon.in തന്നെ നമ്മളിത് ഓർഡർ കൊടുത്താൽ നമുക്ക് ഈ സാധനങ്ങൾ ഇന്ത്യയിൽ വരും. ഒൺലി തിങ് അതിൻ്റെ കൊറിയറിന് കുറച്ചൊരു ഡിലേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൊഡക്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ടാക്സും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 7,000 സംതിങ് റുപ്പീസാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വില. ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാകും, പക്ഷേ ആ ക്വാളിറ്റി അത്രയും ഹൈ ക്വാളിറ്റിയാണിത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോ സ്ഥലങ്ങളിലും നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. വാട്ടർ പ്രൂഫാണ്. പിന്നെ നമ്മൾ ഹാമക്കൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ മുകളിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ഇവിടെ കെട്ടാനുള്ള സൗകര്യങ്ങളില്ല. രാശം ഒന്ന് പിടിക്കും. ഇതിൻ്റെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്.
ഇത്രയും ലെങ്ത് വരുന്നതാണ്. എല്ലായിടത്തും ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ മേളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 4 സൈഡും ഇതൊരു ടെൻ്റായിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇത് സെൻട്രൽ പോർഷൻ മാത്രം ഒരു വടിയിൽ കുത്തി പൊക്കി കഴിഞ്ഞാൽ 2 സൈഡ് നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് പെട്ടെന്നൊരു ടെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്. മൾട്ടി പർപ്പസ് ആണ് ആക്ച്വലി. ഈ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് പല പല ഉപകാരങ്ങൾ നമുക്ക് യാത്രയിലുണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മളുടെ ഒരു പിക്നിക്കിനെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ്. ഇത് ശരിക്കും വളരെ ഉപകാരപ്രദമാണ്. ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞ ആമസോണിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി എനിക്കറിയില്ല. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ആ ബാക്ക് സൈഡാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഇതും. നമുക്ക് 2 പേർക്ക് 3 പേർക്കൊക്കെ അത്യാവശ്യം ഇരിക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ പ്രത്യേകത. ഇത് വാട്ടർ പ്രൂഫാണ്. നമ്മൾ വെറുതെ ഒരു ഇച്ചിരി നനഞ്ഞൊരു പ്രദേശത്താണെങ്കിൽ ഇട്ടാലും നമുക്ക് വെള്ളം പിടിക്കത്തില്ല. മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഒൺലി തിങ് യാത്രയിൽ ഇത് അഴുക്കാവോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത്. കുറച്ച് കുഷ്യൻ എഫക്റ്റും ഉണ്ട്. അതെ, കുറച്ച് കുഷ്യൻ എഫക്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇത് ഒരു ബേസ് ആയിട്ട് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. ഇത് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതാണ്. 5 ലിറ്റേഴ്സ് നമുക്ക് ഓരോന്നിലും 5 ലിറ്റേഴ്സ് വെച്ച് നമുക്ക് ക്യാരി ചെയ്യാം. ഇത് ഫ്ലെക്സിബിളാണ്. ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് മടക്കി വയ്ക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് മടക്കി വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 5 ലിറ്റർ നമ്മൾ മേടിക്കാൻ കാരണം നമ്മൾ 10 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും കിട്ടും. പക്ഷെ നമ്മളത് കൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 5 വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അത്യാവശ്യം ക്യാമ്പിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് പിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. യൂസ് ഇല്ലാത്ത സമയത്ത് മടക്കി വയ്ക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. അടുത്തത് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും ഇൻ കേസ് പഞ്ചർ എന്തെങ്കിലും വന്നാൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണിത്. അടുത്തൊരു പ്രൊഡക്റ്റ് പവർ ഇൻവെർട്ടറാണ്. ഇത് എല്ലാവർക്കും അറിയാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകൾ കൂടുതലുണ്ടാവും. ഇത് ചാർജ് ചെയ്യലാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ 12 വോൾട്ട് സിഗരറ്റ് കണക്ടർ ഇത് നമ്മൾ വണ്ടിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ നോർമൽ നമ്മളുടെ ക്യാമറാസ്, ഇത് 2 പിൻസ്, അതുകൂടാണ്ട് USB 4 USB വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത്രയും ഗാഡ്ജറ്റ്സുകൾ നമ്മൾ ഓൺ ദ വേയിൽ നമുക്ക് ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ശരിക്കും UAE നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആമസോണിൽ അധികം കണ്ടിരുന്നില്ല. ഇൻ കേസ് ടോ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ടോ ചെയ്യാവുന്ന ഒരു അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. 5 മീറ്റേഴ്സ് 5 മീറ്റർ ഉണ്ട്. ഇരുമ്പുമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് 2 സൈഡും ഇതുണ്ട്, ഹുക്കുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ നമുക്ക് ഫ്ലെക്സിബിൾ അയൺ റോഡാണ്, അപ്പം സ്ട്രെങ്ത്താണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മളുടെ പമ്പാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് എയർ പ്രഷർ കുറയുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അതിനുള്ള നോസിലുണ്ട്. ജസ്റ്റ് ഇത് ചവിട്ടി അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേര് പവർ ബാങ്ക്. നമ്മൾ പല പവർ ബാങ്കുകളും കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാളും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 60,000 mAh. അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് AC DC നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് 3 പിൻ ഉണ്ട്. നമ്മളുടെ USB 2 ഉണ്ട്. പിന്നെ USB 2, പിന്നെ അത് കൂടാണ്ട് ടൈപ്പ് സി നമുക്ക് കണക്ടറുണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പോർട്ടുണ്ട്. അതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതും ഓൺ ദ വേയിൽ നമുക്ക് ചാർജ് ചെയ്യാം. 12 വോൾട്ട് നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് നമുക്ക് ഈ ഡിവൈസിൻ്റെ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ഓൺ ദ വേയിലും വണ്ടി ചാർജ് ആവും. പിന്നെ ഇതിന് കുറച്ച് അതിൻ്റെ മാനുവലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ പലതും ഓപ്പറേറ്റ് ചെയ്യാൻ. കാരണം AC/DC നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല എക്യുപ്മെൻറ്റ്സും ഡാമേജ് ആവും. അത് ഒന്ന് വായിച്ച് നോക്കിയിരുന്നു. ബാക്കി ഒന്നും കൂടി കെയർഫുള്ളായിട്ട് പഠിച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത്യാവശ്യം ഒരു ക്യാമ്പിങ്ങിന് പോകുമ്പം നമുക്ക് ലൈറ്റ്സും നമ്മളുടെ എന്താ പറയുക ഒരു ഫാൻ ഉണ്ടെങ്കിൽ, ഒരു ചെറിയ എയർ കൂളറോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററോ, ഇനി വേണ്ട നമ്മുടെ ലാപ്ടോപ്പ്, ക്യാമറ, ഡ്രോൺ, എന്ത് വേണ്ട എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും നമുക്ക് ഈ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാനുള്ള കാരണം. ഇതും ഏറെക്കുറെ 16,000 റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതും പുറത്തുനിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ലൈറ്റും ഈ പറഞ്ഞ പോലെ ഇതാ ഞാൻ ഓൺ ചെയ്യാണ്ടോ. ലൈറ്റ് ഇതിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് അത്ര നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. ഇതിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC-യിലേക്ക് ഇട്ടിരിക്കും. അപ്പോൾ AC-യുടെ ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ തെളിയും. അപ്പോൾ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, എത്ര വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തെളിഞ്ഞ് വരും. DC-യിലേക്ക് ഇടുമ്പോഴും സെയിം തന്നെ DC-യിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫുള്ളി ചാർജ്ഡാണ്, അതുകൊണ്ട് 100% ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ അക്സസറീസ്, അതിൻ്റെ ബാക്കി ആക്സസറീസ് ഇതിലുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചാർജിങ്ങിനും മറ്റുമൊക്കെ യൂസ് ചെയ്യാവുന്ന 2 ആക്സസറീസാണ് ഈ കാണുന്നത്. ഇതൊരു മറ്റൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേര് തോർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതും നമുക്ക് ടെൻറ്റുകളിൽ യൂസ് ചെയ്യാം. നമ്മൾ ഈ ടെൻറ്റിനകത്ത് ഇത് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ കൂടാണ്ട് നമുക്കിത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യാനുള്ള പഴയ മൈക്രോ USB ആണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. പിന്നെ USB നമുക്ക് പലതും നമുക്കിത് ചാർജ് ചെയ്യാം. USB വഴി നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഇതിനകത്തൊരു ഡൈനാമോ കൂടിയുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് വാങ്ങിക്കാനുള്ളൊരു കാരണം. ഇത് കണ്ടോ, ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ റെഡ് ലൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ റെഡ് ലൈറ്റിൽ നമുക്കിത് ചാർജ് ചെയ്യുന്നത് കാണാം. സപ്പോസ് നമുക്കൊരു എമർജൻസി വന്നാൽ കണ്ടോ റെഡ് ലൈറ്റ് തെളിയുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഡൈനാമോയാണ്. നമുക്ക് ഹാൻഡ് കൊണ്ട് കറക്കി നമുക്കിതിനെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് ഒന്ന് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതൊരു പോയിന്റിലേക്ക് നമുക്കിതിനെ അടിക്കാൻ പറ്റും. കണ്ടോ പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. വീണ്ടും ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം, ഈ ടെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ ടെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഹാങ് ചെയ്യാൻ പറ്റും. അതാണ് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്യാം. ഞാനിത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ഇങ്ങനെ ഇത് കത്തും. വീണ്ടും നമുക്കൊരു ബട്ടൺ കൂടെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതും ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇതും US നിന്ന് വന്നതാണ്. ഇതിൻ്റെ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 4,500 റുപ്പീസാണ് ഈ ഒരു ചെറിയ ലാമ്പിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് സ്വിസ് മിലിറ്ററിയുടെ നമ്മുടെ ടോയ്ലറ്ററി ബാഗാണ്. ഇത് പക്ഷേ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് അത്യാവശ്യം നമ്മളുടെ വേണ്ട ടോയ്ലറ്ററീസൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. മിറർ, ഷാമ്പു, പേസ്റ്റ്, അങ്ങനെയുള്ള സോപ്പ്, ചീപ്പ്, ടൂത്ത് പിക്ക്, മാച്ച് ബോക്സ്, ഇങ്ങനെയുള്ളതെല്ലാം, നമ്മുടെ ഓയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ വയ്ക്കാം. അതൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വയ്ക്കാനുള്ള 2 സൈഡിലും അങ്ങനത്തെ 2 പോർഷനുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 1-2 പോക്കറ്റ്സുകളുണ്ട്. ഇത് നമുക്ക് ഒരു ഹാൻഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. അതാണ് ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത. ഇതും സ്വിസ് മിലിറ്ററിയുടെ തന്നെ മറ്റൊരു ബാഗാണ്. ഇത് നമ്മളുടെ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകളുടെ എല്ലാം ചാർജറും മറ്റുമൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് സൗകര്യമായിരിക്കും. കാരണം അറിയാമല്ലോ, കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ വയേഴ്സും കാര്യങ്ങളൊക്കെ ചാർജിങ് പോർട്ടും എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം നടക്കും. അപ്പോൾ നമ്മുടെ ചാർജർ, നമ്മളുടെ ഹാർഡ് ഡിസ്കുകൾ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 2 TB 4 TB ഹാർഡ് ഡിസ്ക്, റിലയൻസ് ജിയോയുടെ ഒരു ഡോങ്കിള്, കുറേ കേബിളുകൾ, പിന്നെ ഇതിനകത്ത് പെൻ ഡ്രൈവ്, നമ്മുടെ കാർഡുകൾ, പിന്നെ മൈക്ക്, അതിൻ്റെ എല്ലാ ചാർജേഴ്സ് ഇതെല്ലാം ഉണ്ട്. ഈ ടോർച്ച് കാണിക്കാൻ പറ്റുമോ? അത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗ്. ഇത് കുറച്ച് സൗകര്യമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പലതും മിസ്സായി പോകും എന്നുള്ളൊരു തോന്നൽ വരും. ഇതും ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇതും പുറത്തുനിന്നുള്ളതാണ്. ഇതും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് കണ്ടത്, ഇത് റീചാർജബിൾ ബാറ്ററി അല്ല, നോർമൽ ബാറ്ററി. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് ഭയങ്കരമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ബാക്കിലുള്ളത് മാഗ്നറ്റാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയി നമുക്ക് രാത്രിയിലാണ് വണ്ടിയുടെ അടിയിൽ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ അടിയിൽ എവിടെയെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ നിന്നോളും. എന്നിട്ട് നമ്മൾ ഈ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയും. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. മേളിലത്ത് ഓൺ ചെയ്താൽ മതി. ലൈറ്റിൻ്റെ പവർ നിങ്ങൾ ഈ ഒരു ഡേ ടൈമിൽ തന്നെ അതിന് എന്ത് പവർ ഉണ്ടെന്നുള്ളത് നോക്കിയാൽ മതി. അത്രയും
നമുക്ക് ഇത് രാത്രിയിൽ ശരിക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലൈറ്റാണ്. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റ് ഈ ഒരു ട്രങ്കാണ്. നമുക്ക് യാത്രയിൽ കുറേ സാധനങ്ങൾ നിങ്ങളിപ്പോൾ കാണിച്ചല്ലോ, പലതും നമുക്കിങ്ങനെ വലിച്ചുവാരി ഇടാണ്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇത് അടുക്കിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ഇതും ആമസോണിൻ്റെയാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ബിലോ 2000 ആണ്, 1800 എന്തോ ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ളിൽ നമുക്ക് പലതായിട്ട് ഇതിനെ പാർട്ടീഷൻ ചെയ്യാം. ഇങ്ങനത്തെ 2 പാർട്ടീഷൻ ഓൾറെഡി വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് സെൻറ്ററിലുള്ളതും നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കാം, ഇങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ മൊത്തത്തിൽ ഒരു പാർട്ടീഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2 സെൻറ്ററിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 1 2 3 4 4ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ട ഈ ഇത്രയും കൂടി ചെറുത് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരെണ്ണം മാറ്റിയിട്ട് ഇത് സൈഡിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ കൂടി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂട്ട് കേസ് പോലെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതും കൂടി കാണിച്ചു തരാം. നമുക്ക് ഇതിനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകണമെന്ന് വിചാരിക്കുക കടയിലേക്ക്, നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ സാധനം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ സാധനം. നമുക്ക് ഇപ്പോൾ ഒരു കടയിൽ നിർത്തി നമുക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരണം. അപ്പോൾ ഇത് നമുക്കൊരു സൂട്ട് കേസ് പിടിച്ചിട്ട് പോകുന്ന പോലെ നമുക്കിത് കൊണ്ടുപോകാം. 2 പേരുണ്ടല്ലോ ഞങ്ങൾക്ക് 2 സൈഡിൽ പിടിച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യാം. അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. ആമസോണിൻ്റെയാണ്, ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിന് ഉപകാരപ്രദമാകുന്നത് നമ്മുടെ ടെൻറ്റിലേക്ക് വരുമ്പോഴാണ്. നമ്മുടെ 2 ലൈറ്റും നമുക്ക് ഓൺ ചെയ്യാം. മുഖത്തേക്ക് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റൊക്കെ ആയി. അപ്പോൾ നമുക്കിനി ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക്, അപ്പോൾ അതിന് 2 പ്രൊഡക്റ്റുകളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഡെക്കത്ലോണിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, അത് ഞാനിപ്പോൾ കാണിക്കാം. രണ്ടാമത്തത് കോൾമാൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻറ്റ് ശരിക്കും 3 പേർക്ക് കിടക്കാൻ സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ 2 പേരേ ഉള്ളൂ. ഇനി എക്സ്ട്രാ ഒരു പേഴ്സൺ ജോയിൻ ചെയ്താലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈറ്റ് നമ്മുടെ ടെൻറ്റിലേക്ക് അങ്ങ് ഹാങ് ചെയ്യാം. ഇതവിടെ കിടന്നോളും. ഓക്കെ, അപ്പോൾ ഇത് പിടിക്കും. ഞാൻ പറഞ്ഞ മാറ്റ് ഇതാണ്, നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലിടാവുന്ന മാറ്റ് ഇതാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, കണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരു കുഷൻ എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും കല്ലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒന്നും കൂടി പ്രൊട്ടക്ഷനായിട്ട് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് താഴെ നിന്നുള്ള ചൂട് നമ്മുടെ ബോഡിയിലേക്ക് വരില്ല, 1. 2, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇതുവഴി താഴത്തേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഷൻ എഫക്റ്റും ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്. ഇത് ഡെക്കാത്ലോണിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വില 1500 ഒരു പീസിന്. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അടുത്തത് കോൾമാൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. സാധാരണ സ്ലീപ്പിംഗ് ബാഗിനേക്കാൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇത് നമുക്കൊരു ബെഡായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫുള്ളി ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് കാണിച്ചു തരാം. സൈഡിൽ നോക്കാം, പോരാ അതൊന്ന് പിടുത്തോണ്ടല്ലോ, ഫുൾ വ്യൂ ഇട്ട്. സ്ലീപ്പിംഗ് ബാഗ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ചെറിയൊരു ബെഡായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മൈനസ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ 5 ഡിഗ്രി 10 ഡിഗ്രി ഒന്നും ആവണമെന്നില്ല. ഇപ്പോൾ രാജസ്ഥാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗുജറാത്തിലോ ഒക്കെ പോയി കഴിഞ്ഞിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊരു ബെഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു കുഷൻ എഫക്റ്റ് കിട്ടും. ആവശ്യമുള്ളപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലീപ്പിംഗ് ബാഗായിട്ട് ഇതിന് യൂസ് ചെയ്യാം. ഇത് കോൾമാൻ്റെയാണ്. ഇതിൻ്റെ വില 2600 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ 5 to 15 ഡിഗ്രി വരെ ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ടാഗും കൂടി ഞങ്ങൾ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. രാജേഷിൻ്റെ അഭ്യർത്ഥന പ്രകാരം ചെയ്തതാണിത്. രാജേഷ് പറഞ്ഞത് എന്താ പറഞ്ഞോ, രാജേഷ് തന്നെ പറയട്ടെ. അതായത് നമ്മൾ എല്ലായിടത്തും എവിടേക്ക് ചോദിക്കും ഇങ്ങനെ കയറുന്നിടത്തൊക്കെ 2 വാക്സിനേഷൻ എടുത്തോ ഇല്ല. അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ലെങ്കിൽ നല്ലത് ഇതങ്ങ് കാണിച്ചു കൊടുത്താൽ മതിയല്ല. അപ്പോൾ നമ്മൾ 2 പേരും വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് നേരെ അങ്ങ് ലാമിനേറ്റ് ചെയ്തു. കൂട്ടത്തിൽ നമ്മളുടെ ഫേമിൻ്റെ റിബിൾസ് ഹോളിഡേയ്സിൻ്റെ ഒരു ടാഗും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടു. അപ്പോൾ ഇത് മറ്റേ
ശ്രീജേഷ് മെഡലുമായിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. നമ്മുടെ വെങ്കലം മെഡൽ വാങ്ങിച്ചല്ലോ ഒളിമ്പിക്സിന്, അതുപോലെ ഉണ്ട്. കൂടുതൽ സംസാരമൊന്നും വേണ്ടല്ലോ, കാണിച്ചു കൊടുത്താൽ മതി. ഇത് കൂടാണ്ട് നമ്മൾ ഒരു ATM കാർഡിൻ്റെ ഷേപ്പിലും കൂടി ഇത് ചെയ്തിട്ടുണ്ട്, പേഴ്സിൽ വെക്കാവുന്ന രീതിയിൽ. അപ്പോൾ പെട്ടെന്നൊക്കെ എടുത്ത് കാണിക്കണമെങ്കിൽ അത് കാണിക്കാം. ഇനി നമ്മൾ എവിടെയെങ്കിലും ഒരു മോണ്യുമെൻറ്റ് കാണാനായിട്ട് പോവുകയാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ ഇതെല്ലാം കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിലിട്ട് നേരെ എടുത്ത് കാണിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ അടുത്ത് പോകേണ്ടത് ഇതങ്ങ് ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇതിലൊരു സെക്കൻഡ് ഓപ്ഷൻ കൂടി ഉണ്ട്, ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാം, എടുത്തിട്ട് നമുക്ക് അത് അവരെ കാണിക്കുകയും ചെയ്യാം. അങ്ങനെ അത് മാത്രമല്ല, നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ 2 മെയിനായിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഗെറ്റ് വാക്സിനേറ്റഡ് ആൻഡ് സേവ് വൈൽഡ് ലൈഫ് എന്നുള്ള. അപ്പം ഇത് നമ്മൾ ഗെറ്റ് വാക്സിനേറ്റഡ് എന്നുള്ള ആ ഒരു പ്രൊപ്പഗൻഡയ്ക്കും ആൾക്കാരോട് പറയുമ്പോഴും നമുക്ക് ഇത് നമ്മൾ എടുത്തു, നമ്മൾ ഓൾറെഡി കവേർഡ് ആണ് എന്നുള്ളതും നമ്മൾ സെക്യൂർഡ് ആണെന്നുള്ളതും അവർക്ക് പറയാനോ പ്രൂവ് ചെയ്യാനാണ്. പിന്നെ അതൊരു ചില ടീഷർട്ടിലൊക്കെ അയക്കുന്ന പോലെ ഇതൊരു അതെ. കോസ്റ്റൊക്കെ ഇത്തിരി കടുപ്പാണ്, പക്ഷെ അതേപോലത്തെ ക്വാളിറ്റി ഉണ്ട്.